أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العظيم. സൂറത്തുൽ ഇസ്രായിലെ ആയത്ത് 1. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. സുബ്ഹാന, പരിശുദ്ധനാകുന്നു, അല്ലെങ്കിൽ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്നും അർത്ഥം പറയാം, അല്ലെങ്കിൽ പരിശുദ്ധൻ എന്നും അർത്ഥം പറയാം. പരിശുദ്ധനാകുന്നു എന്നാണെങ്കിൽ അല്ലദീ, യാതൊരുത്തൻ, അല്ലദീ അസ്ര, രാത്രി യാത്ര ചെയ്യിപ്പിച്ചവൻ. അസ്ര എന്നുള്ള വാക്കിന്റെ അർത്ഥം രാത്രി സഞ്ചരിച്ചു എന്നാണ്. ബി അബ്ദിഹി, അവന്റെ അടിമയെ കൊണ്ട്, അഥവാ അടിമയെ രാത്രി കൊണ്ടുപോയവൻ എന്നർത്ഥം. ലൈലൻ, ഒരു രാത്രി. മിനൽ മസ്ജിദിൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ നിന്ന്, ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക്, അല്ലെങ്കിൽ വിദൂരത്തുള്ള മസ്ജിദിലേക്ക്. അല്ലദീ ബാറക്ന ഹൗലുഹു, അല്ലദീ ബാറക്ന, നാം അനുഗ്രഹിച്ചിട്ടുള്ളതായ, ഹൗലഹു, അതിൻ്റെ ചുറ്റും, അല്ലെങ്കിൽ അതിൻ്റെ പരിസരം. ലിനുരിയഹു, നാം അദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടി. അസ്റ ബി അബ്ദിഹി ലിനുരിയഹു എന്നാണ് ബന്ധം. മിൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത്, അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളായിട്ടുള്ളത്. ഇന്നഹു, നിശ്ചയം അവൻ, ഹുവസ് സമീഉ, അവനാണ് എല്ലാം കേൾക്കുന്നവൻ, അൽ ബസീർ, എല്ലാം കാണുന്നവനും. സൂറത്തുൽ ഇസ്രാ കഴിഞ്ഞ ദിവസം നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ അടുത്ത നാളുകളിൽ, അടുത്ത മാസങ്ങളിലായിട്ട് ഇറങ്ങിയതാണ്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഖദീജ ബീവി മരണപ്പെട്ടു, അബൂ താലിബ് മരണപ്പെട്ടു. ഇവർ രണ്ടുപേരുമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തുണയുമായി നിലകൊണ്ടത്. അതിനുശേഷം അദ്ദേഹം ത്വായിഫിൽ പോയി നോക്കി. എതിർപ്പുകൾ മക്കയിൽ ശക്തമായപ്പോൾ അവിടെ അതിലും വലിയ എതിർപ്പാണ് നേരിടേണ്ടി വന്നത്. അങ്ങനെ തിരിച്ചു പോന്നതിൻ്റെ ശേഷം വല്ലാതെ അവശനായ, അസ്വസ്ഥനായ അവസ്ഥയായിരുന്നു നാട്ടിലെ പ്രയാസങ്ങളുടെ പേരിൽ. ആ സമയത്താണ് ഇസ്രാഉം മിഅ്റാജും നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ മനക്കരുത്തും ആത്മവിശ്വാസവും ബോധ്യവും നൽകുവാൻ വേണ്ടി അള്ളാഹു ഏർപ്പെടുത്തിയ പരിപാടിയാണ് ഇസ്രാഉം മിഅ്റാജും. നബിമാർക്ക് പലർക്കും അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടാക്കി കൊടുത്തത് ഖുർആൻ വേറെയും സൂചിപ്പിക്കുന്നുണ്ട്. മൂസ അലൈഹിസ്സലാമിന് അള്ളാഹുവിനെ കാണണം എന്ന ആഗ്രഹം ഒരു പ്രത്യേക രീതിയിൽ അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തു. കണ്ടില്ലെങ്കിലും കാണാൻ കഴിയുകയില്ല എന്ന് ബോധ്യം വരുത്തി കൊടുത്തു.
അതുപോലെ മരിച്ചവരെ ജീവിപ്പിക്കുക എങ്ങനെയാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന് അല്ലാഹു തആല കാട്ടിക്കൊടുത്തു. അതുപോലെ മലക്കൂത്തു സമാവാതി വൽ അർദ് കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. നബിമാരുടെ പ്രത്യേകത അവരുടെ ബോധ്യത്തിൽ നിന്നാണ് ബാക്കിയുള്ളവർ ബോധ്യം വരുത്തേണ്ടത്. അവർക്കിങ്ങനെ അങ്ങനെയാണ് പറയപ്പെടുന്നത് എന്നുള്ള തരത്തിൽ മതിയാകുകയില്ല. അതുകൊണ്ട് അള്ളാഹു അവർക്ക് നേരിട്ട് യഖീനായ ഉറപ്പ് ലഭിക്കുവാനുള്ള സംവിധാനങ്ങൾ ചെയ്യാറുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യിപ്പിച്ചവൻ എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായ പരമപരിശുദ്ധനാകുന്നു എന്നാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, തൻ്റെ അടിമയെ രാപ്രയാണം ചെയ്യിപ്പിച്ചവൻ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇസ്രാ എന്ന് പറയുന്നത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു അയച്ചു കൊടുത്ത പ്രത്യേക വാഹനത്തിൻ്റെ കൂടെ സഞ്ചരിച്ചതിനെ കുറിച്ചാണ്. ഹദീസിൽ വ്യക്തമായി സൂചിപ്പിക്കുകയും ഈ സൂറത്തിൽ തന്നെ 60-ാമത്തെ ആയത്തിൽ സൂചന നൽകുകയും അതുപോലെ സൂറത്തുൻ നജ്മിൽ അല്ലാഹു തആല സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവമാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഇത് മുഴുവൻ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ എതിർപ്പുകളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഈ സഞ്ചാരമൊക്കെ കഴിഞ്ഞു വന്നിട്ട് കണ്ട കാഴ്ചകളൊക്കെ ആളുകളോട് പറയുകയാണ്. ബൈത്തുൽ മഖ്ദിസിൽ പോയി 40 ദിവസം കുതിരപ്പുറത്ത് സഞ്ചരിച്ചാലാണ് മക്കയിൽ നിന്ന് അക്കാലത്ത് ബൈത്തുൽ മഖ്ദിസിലെത്തുക. അവിടെയും പോയി പിന്നീട് ആകാശങ്ങളിൽ സഞ്ചരിച്ചു, മുൻകഴിഞ്ഞ നബിമാരെ കണ്ടു, നരകവും സ്വർഗവും കണ്ടു, അള്ളാഹുവുമായി സംസാരിച്ചു, നമസ്കാരം ഫർളാക്കി 5 നേരത്തെ. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളോടുകൂടിയാണ് ഇസ്രാ മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വിശദീകരിച്ചിട്ടുള്ളത്. വളരെ സഹിഹായ ഹദീസിൽ ധാരാളമായി അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്രാ എന്ന് പറയുന്ന ഇസ്രാവും മിഅ്റാജും അസലിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയതാണോ സ്വപ്നമാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ കാണാൻ കഴിയും. ചിലരത് സ്വപ്നമാണ്, ആത്മീയ അനുഭവമാണ് എന്നൊക്കെ വാദിക്കാറുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അസ്റാ ബി അബ്ദിഹി ലൈലൻ, ഒരു രാത്രി തൻ്റെ അടിമയെ രാപ്രയാണം ചെയ്യിപ്പിച്ചു എന്ന് അല്ലാഹു തആലക്ക് പറയേണ്ടതില്ല. പകരം ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിലിനെ അറുക്കാൻ തയ്യാറായത് ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹുക, നിന്നെ അറുക്കണമെന്ന് ഞാൻ ഉറക്കത്തിൽ കാണുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പേരിൽ അറുക്കാൻ തയ്യാറാകാമെങ്കിൽ അങ്ങനെ പറയാവുന്നതേ ഉള്ളൂ ഇവിടെയും, രാത്രി ഞാൻ ഉറക്കത്തിൽ ഇങ്ങനെയൊക്കെ കണ്ടു എന്ന്. അതല്ല, ഇവിടെ കൃത്യമായി പദത്തിൻ്റെ വ്യക്തമായ അതിൻ്റെ ലാഹിറായ പ്രയോഗം തന്നെ രാത്രി സഞ്ചരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ലാഹിറിനെ അവഗണിച്ചുകൊണ്ട് മാത്രമേ ഇത് ആത്മീയ അനുഭവമാണ് എന്നോ അല്ലെങ്കിൽ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതാണ് എന്നൊക്കെ ജൽപ്പിക്കാൻ ആർക്കും കഴിയുകയുള്ളൂ. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവം പറയുമ്പോൾ അവിശ്വാസികൾ അദ്ദേഹത്തിനെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥലത്തുണ്ടായിരുന്നില്ല. ഉള്ളയിടത്തേക്ക് അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, അദ്ദേഹത്തെ കളിയാക്കി. അദ്ദേഹം ചോദിച്ചു, എൻ്റെ കൂട്ടുകാരൻ എന്താണ് പറയുന്നത്? അപ്പോൾ ഇതൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിലപാട് എൻ്റെ കൂട്ടുകാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യവുമായിരിക്കും എന്നാണ്. അങ്ങനെ കേട്ടപാടെ വിശ്വസിച്ചതിൻ്റെ പേരിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന പേര് വിളിക്കപ്പെടുന്നത്. അവിശ്വാസികൾ മാത്രമല്ല, വിശ്വാസികളായിരുന്നവർ തന്നെ പലരും ഈ സംഭവം വിശ്വസിക്കാനാവാതെ ഇസ്ലാം വിട്ടുപോയതുണ്ട്. ആ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ
അത് ഇത്ര വലിയ പുകിലാകേണ്ട കാര്യമൊന്നുമില്ല. ആർക്കും സ്വപ്നം എന്തും കാണാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ഇത്ര വലിയ വിവാദമാക്കിയതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും അത് കേവലം സ്വപ്നമായിരുന്നില്ല. പിന്നെ അത് അങ്ങനെ സംഭവിക്കാൻ ഇപ്പോഴത്തെ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം വെച്ച് സാധിക്കുമോ എന്നാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്ന പലതും അങ്ങനെ സാധിക്കുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തി ഉള്ളതാണ്. ആദം അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി. അതുപോലെ ഈസാ അലൈഹിസ്സലാമിനെ അങ്ങോട്ട് വറാഫിഉ കൈലയ്യ എന്നിലേക്ക് കയറ്റിക്കൊണ്ടുപോയി എന്ന് അല്ലാഹു തആല പറയുന്നു. അതൊക്കെ നടക്കാമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇത് സാധ്യമാവുന്ന കാര്യമാണ്. ഇതൊരു മുഅ്ജിസത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് അനുഭവിച്ച, ബാക്കി ആളുകളോട് പറയുമ്പോൾ അവർക്കറിയാൻ കഴിഞ്ഞ, റസൂലുള്ളാഹിക്ക് ബോധ്യം വരുത്താനുള്ള ഒരു അസാധാരണ സംഭവമാണ്. അസാധാരണ സംഭവങ്ങളെല്ലാം തന്നെ അള്ളാഹുവിന് സാധിക്കുന്നതും നമ്മുടെ ജ്ഞാന പരിമിതിയിൽ ഒതുങ്ങാത്തതുമാണ്. അത് ഈ പ്രപഞ്ചം തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ജ്ഞാന പരിധിയിൽ ഒതുങ്ങാത്തതാണ്. പ്രപഞ്ചത്തിന് അതിരുണ്ടോ ഇല്ലേ? അതിരുണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് ചോദ്യം ചോദിക്കും, എന്താണ് അതിര് എന്നും അതിൻ്റെ അപ്പുറത്ത് എന്താണെന്നും. അതിരില്ലെന്ന് പറഞ്ഞാൽ അതും സങ്കല്പിക്കാനാകാത്തൊരു കാര്യമാണ്. കാരണം പ്രപഞ്ചം ഒരു വസ്തുവാണ്, അതിനൊരു അതിരുണ്ടായേ പറ്റൂ. ഇങ്ങനെ ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ, മനുഷ്യന്റെ ഭാവനക്ക് വഴങ്ങിത്തരാത്ത ഒരു മഹാത്ഭുതമാണ് ഈ പ്രപഞ്ചം. അതിൽ ഇതൊക്കെ നടക്കാമെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഗോളങ്ങളും നക്ഷത്രങ്ങളുടെയും ഒക്കെ മഹാപ്രഭാവം നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ടെങ്കിൽ അതിൽ കേവലം നമ്മൾ ആർജിച്ചിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക ജ്ഞാനത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എല്ലാ സംഭവങ്ങളെയും മനസ്സിലാക്കണം എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം അറിയുന്നവനായ അള്ളാഹു അവൻ്റെ പദപ്രയോഗങ്ങൾ അവൻ പ്രയോഗിച്ച പദങ്ങളിൽ നിന്ന് ലാഹിറായിട്ട് വ്യക്തമായി പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകുന്നത് അംഗീകരിക്കലാണ് യഥാർത്ഥത്തിൽ ബുദ്ധി. അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇത് ശാരീരികമായ ഒരു യാത്ര തന്നെയായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയുന്നത്. പിന്നെ പോയ സ്ഥലങ്ങൾ ഇവിടെ പറയുന്നത് മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. ഈ പറയുന്ന സംഭവം നടക്കുന്ന സമയത്ത് മസ്ജിദുൽ ഹറാം എന്ന് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലില്ല. കഅബയും അതിൻ്റെ ചുറ്റുമുള്ള കുറച്ച് സ്ഥലങ്ങളുമാണ് മസ്ജിദുൽ ഹറാം. അതുപോലെ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് ഒട്ടുമില്ല. ജൂതന്മാരുടെ കയ്യിൽ നിന്ന് ക്രിസ്ത്യാനികൾ കയ്യേറി അവരെ ആട്ടിപ്പായിച്ച് അവരെ നശിപ്പിച്ച്, എന്നിട്ട് അവിടെ വേറെ ഈസാ അലൈഹി സ്വലാമിനെ ക്രൂശിച്ച അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ സ്ഥലം എന്ന് പറഞ്ഞ് അവിടെ വേറെ ചർച്ച് ഉണ്ടാക്കി, നിലവിലുണ്ടായിരുന്ന ബൈത്തുൽ മഖ്ദിസ് അല്ലെങ്കിൽ ഹൈക്കൽ സുലൈമാനി എന്നൊക്കെ പറഞ്ഞിരുന്ന ഇബ്രാഹിം അലൈഹി സ്വലാം ഉണ്ടാക്കുകയും പിന്നീട് നശിച്ചു പോകുകയും പിന്നീട് ദാവൂദ് അലൈഹി സ്വലാം തിരിച്ച് ഫലസ്തീൻ കൈവശപ്പെടുത്തിയപ്പോൾ മിഹ്റാബ് എന്ന പേരിൽ പുനർനിർമ്മിക്കുകയും പിന്നീട് ഹൈക്കൽ സുലൈമാനി എന്ന പേരിൽ സുലൈമാൻ അലൈഹി സ്വലാം ഒരു വലിയ മസ്ജിദ് അവിടെ പണിയുകയും പിന്നീട് ബാബിലോണിയൻ ബന്ധനം, അതുപോലെ ടൈറ്റസിന്റെ ആക്രമണം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് ബാബിലോണിയൻ ബന്ധനകാലത്ത് നശിപ്പിക്കപ്പെട്ടു. പിന്നീട് അത് ഉസൈർ പുനഃസ്ഥാപിച്ചു. അതിനുശേഷം ഈസാ അലൈഹി സ്വലാമിനെ ക്രൂശിക്കാൻ തീരുമാനിച്ചതിൻ്റെ ശേഷം പേർഷ്യൻ രാജാവായ ടൈറ്റസ് ആക്രമിച്ച് നശിപ്പിച്ചു. അങ്ങനെ നശിപ്പിക്കപ്പെട്ടതിൻ്റെ ശേഷം പിന്നീട് ആണ് ഈ സംഭവം നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലുമ്പോൾ അപ്പോഴുള്ളത് അത് റോമൻ ക്രിസ്ത്യാനികളുടെ കയ്യിൽ അവര് ജൂതന്മാരോടുള്ള പകപോക്കുന്നതിന് വേണ്ടി മുച്ചൂടും നശിപ്പിച്ചു കളയുകയും അവിടെ മാലിന്യങ്ങൾ ഇടുന്ന സ്ഥലമായിട്ട് ഉപയോഗിക്കുകയുമാണ് ചെയ്തിരുന്നത്. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെല്ലുന്നത്. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബൈത്തുൽ മഖ്ദിസ് ഇസ്ലാമിന്റെ കീഴിൽ, ഈ ബിലാദു ഷാം ഫലസ്തീൻ മൊത്തം ഇസ്ലാമിന്റെ കീഴിൽ വരുമ്പോഴാണ് അദ്ദേഹം ആ സ്ഥലം അന്നത്തെ ക്രിസ്ത്യൻ പുരോഹിതന്മാരോട് ചോദിച്ചറിഞ്ഞ് അവിടെ വൃത്തിയാക്കിയെടുക്കുകയും അവിടെ നമസ്കാരം തുടങ്ങുകയും ഒക്കെ ചെയ്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് AD 1099 കുരിശ് യോദ്ധാക്കൾ അത് തിരിച്ചു പിടിക്കുകയും എന്നിട്ട് ചർച്ചായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. പിന്നീട്
187 സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയാണ് വീണ്ടും അത് തിരിച്ചു പിടിക്കുകയും ഒക്കെ ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് പരിമിതമായ അർത്ഥത്തിലുള്ള ഒരു പള്ളിയാണ് ഉണ്ടായത്. പിന്നീട് അമവി ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാനാണ് അവിടെ വലിയ തോതിലുള്ള വികസിതമായ ഒരു കെട്ടിടം മസ്ജിദുൽ അഖ്സ എന്ന പേരിൽ പണിതത്. അതാണ് കുരിശിയോദ്ധാക്കൾ കയ്യേറിയത്. പിന്നീട് അതാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി തിരിച്ചു പിടിച്ചത്. അതൊക്കെയാണ് ഇന്ന് നമ്മൾ കാണുന്ന മസ്ജിദുൽ അഖ്സയുടെ ചരിത്രം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ പോകുമ്പോൾ അവിടെ ആ പേര് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. പള്ളി പൊളിച്ചാലും ആ സ്ഥലം അവിടെ ഒരു കെട്ടിടവും ഉണ്ടാക്കിയാലും കെട്ടിടം ഉണ്ടാക്കിയില്ലെങ്കിലും മസ്ജിദായ സ്ഥലം ഖിയാമത്ത് നാൾ വരെ മസ്ജിദാണ്. അവിടെ പള്ളി പൊളിച്ചിട്ട് വേറെന്തെങ്കിലും പണിതിട്ട് നിങ്ങൾ സ്ഥലം വേറെ എടുത്തോളൂ എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും ആ സ്ഥലം പള്ളിയാകുകയില്ല എന്ന് ഈ ആനുകാലിക കാലത്ത് നമ്മൾ ഇതേക്കുറിച്ച് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അങ്ങനെ ഒന്നുമില്ലാത്ത അഴുക്കിടുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് അന്ന് ക്രിസ്ത്യാനികൾ അഴുക്കിട്ടിരുന്ന വേസ്റ്റ് ഇട്ടിരുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് അന്ന് പരിശുദ്ധ ഖുർആൻ അൽ മസ്ജിദുൽ അഖ്സ എന്ന് പ്രയോഗിക്കുന്നത്. കാരണം അതെന്നും പള്ളി തന്നെയാണ്. അല്ലദീ ബാറക്ന ഹൗലഹു, അതിൻ്റെ ചുറ്റും നാം ബർക്കത്ത് ചെയ്തിരിക്കുന്നു എന്നതിനെ പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത് ബിലാദ് ഷ്യാം മൊത്തമാണ്. കാരണം അവിടെയാണ് നബിമാരിൽ ഒരുപാട് പേർ, ബനി ഇസ്രായേലിയരിൽ വന്ന നബിമാർ, ഇബ്രാഹിം അലൈഹിസ്സലാം മുതൽ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ്, പിന്നെ യൂസുഫ് അലൈഹിസ്സലാം, ഇങ്ങനെ ഒരുപാട് നബിമാരുടെ, അതുപോലെ മൂസ, ഈസ, പിന്നെ ദാവൂദ്, സുലൈമാൻ, ഇങ്ങനെ തുടങ്ങി അനേക നബിമാരുടെ കർമ്മമണ്ഡലമാണ് ഇതിൻ്റെ ചുറ്റുമുള്ള പ്രദേശം. അതുപോലെ തന്നെ ദുന്യവിയായിട്ടും അത് അനുഗ്രഹീതമായ ഒരു പ്രദേശമാണ്. ആധുനിക കാലത്തെ കാലുഷ്യങ്ങളില്ലായിരുന്നുവെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മുന്തിയ ഫലവർഗ്ഗങ്ങൾ കിട്ടുന്ന, പഴങ്ങൾ കിട്ടുന്ന, ഫലഭൂയിഷ്ഠതയുള്ള പ്രദേശങ്ങളാണ് ഈ ബൈത്തുൽ മഖ്ദിസിന്റെ ചുറ്റുമുള്ളതും. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇപ്പോഴും അതിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഈ ലബനാനൊക്കെ ഒരു കാലത്ത് അറിയപ്പെട്ടത് തന്നെ പാലും തേനും ഒഴുകുന്ന നാട് എന്നാണ്. അവിടുത്തെ ഫലവർഗ്ഗങ്ങൾക്ക് പോലും, അവിടുത്തെ മാമ്പഴവും അവിടുത്തെ ഈത്തപ്പഴവും അവിടുത്തെ ഒലീവും ഒക്കെ, മറ്റു ആപ്പിളും, ഇങ്ങനെയുള്ള സകലതും അവിടെ ഉണ്ടാകുന്നതും അതേ സാധനം ഭൂമിയുടെ മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നതും തമ്മിൽ വളരെ വലിയ ക്വാളിറ്റി വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. ഇങ്ങനെ ഭൗതികമായ അനുഗ്രഹങ്ങളുടെയും ഒരു കേന്ദ്രം ആണ് ഈ മസ്ജിദുൽ അഖ്സയ്ക്ക് ചുറ്റുമുള്ളത്. നാഗരികതയുടെ കളിത്തൊട്ടിൽ എന്ന് ലോകം വിളിക്കുന്ന സ്ഥലമാണ്. അതൊക്കെയാണ് ബാറക്കന ഹൗലഹു എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്തിനാണ് കൊണ്ടുപോയത്? ലിനുരിയഹു മിൻ ആയാത്തിന, അദ്ദേഹത്തെ നമ്മുടെ ചില ആയത്തുകൾ കാണിക്കാൻ, അഥവാ മസ്ജിദുൽ അഖ്സയിൽ കൊണ്ടുപോയി അവിടുന്ന് ഉയർത്തിക്കൊണ്ടുപോവുകയും ചെയ്തത് നമ്മുടെ ആയത്തുകൾ നേരിട്ട് കാട്ടിക്കൊടുത്ത്, സ്വർഗവും നരകവും നേരിട്ട് കാണിച്ചു കൊടുത്ത് ഒക്കെ അദ്ദേഹത്തിന് ബോധ്യം വരുത്താനായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഉ മിഅ്റാജിന്റെയും കാരണമായി പറയുന്നത്. ഇവിടെ ഇത് പറയുന്നത് എന്തിനാണ്? ഇങ്ങനെ ഇസ്രാഉ മിഅ്റാജും ചെയ്യിപ്പിച്ചവൻ എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായ മഹത്വമേറിയവനാകുന്നു എന്നാണ് പറയുന്നത്. അഥവാ ഇങ്ങനെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിക്കാനും പിന്തുണക്കാനും കഴിയുമെങ്കിൽ അവൻ്റെ ദീന് അതിനെ തകർക്കാനൊന്നും ആരും മെനക്കെടേണ്ടതില്ല എന്ന താക്കീത് എതിരാളികൾക്കുണ്ട്. അതുപോലെ തന്നെ ആ അള്ളാഹുവിൽ തവക്കുലാക്കാൻ കഴിയുന്ന പിന്നെ യഖീൻ, ഉറപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികൾക്കും അതുപോലെ ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്കും നൽകുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയൊക്കെ പോയി വന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകളിൽ എന്തൊക്കെയാണ് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട്. ആര് കൈവിട്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൻ കൈവിടുകയില്ല. ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതിൽ ആരംഗീകരിക്കുന്നു അത് അള്ളാഹു അറിയുന്നുണ്ട്, ആരെതിർക്കുന്നു അതും അള്ളാഹു തആല അറിയുന്നുണ്ട് എന്നാണ് ഈ സൂറത്തിന്റെ ഒരു ആമുഖം എന്ന നിലക്ക് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. പിന്നെ പറയുന്നത് മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് അടുത്ത ആയത്തിൽ. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ
اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.